തൃശ്ശൂരിലെ കുന്നംകുളം, കേച്ചേരി, ചൂണ്ടൽ, അതോടൊപ്പം തന്നെ പാലക്കാട്ടെ ആനക്കര, തൃത്താല തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 തവണയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 8:15 ആദ്യ ചലനം. ഇന്ന് പുലർച്ചെ, ഞായറാഴ്ച പുലർച്ചെ 3:56 രണ്ടാമത്തെ ചലനം അനുഭവപ്പെട്ടു. ഈ തുടർചലനങ്ങളിൽ ആകെ പരിഭ്രാന്തരാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ. നിങ്ങളിപ്പോൾ 24 മണിക്കൂറിൽ 2 തവണയാണ് ചലനം അനുഭവപ്പെട്ടത്. ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് കാലത്ത് ഏകദേശം ഒരു 3:50 ഈ ശബ്ദം ഒരു വിറയിലൊക്കെയാണ് അനുഭവപ്പെട്ടത്. ഞാൻ പട്ടി വളരെ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഡോർ തുറന്ന് പുറത്തേക്ക് ഉമ്മറത്തേക്ക് വന്ന വഴിക്കാണ് എനിക്കത് അനുഭവപ്പെട്ടത്. ഒരു നമ്മൾ പാറയുള്ള കിണറ്റിലൊക്കെ വെടി പൊട്ടിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മുഴക്കം, ഭയങ്കര ശബ്ദത്തോട് ഒരു പ്രകമ്പനാണ് ഉണ്ടായത്. അത് ഞങ്ങളാകെ ഭയന്ന് പോയി. എഴുന്നേറ്റ സമയത്ത് എനിക്ക് മുകളിലെ ജനലൊക്കെ കിടന്ന് ഇങ്ങനെ കുലുങ്ങണ പോലെ തോന്നി. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ അനിയനാണ് ഇവനെ വിളിച്ചു, ഫോണിൽ വിളിച്ചു. ഫോൺ എടുത്തില്ല. അപ്പം എൻ്റെ മകനെ വിളിച്ചു, എൻ്റെ സൗണ്ട് കേൾക്കണമെന്ന് വെച്ചിട്ട് പേടിച്ചു ആകെ. ഇന്നലെ ഒരു ചലനം ഉണ്ടായതുകൊണ്ട് ഇന്ന് മനസ്സിലായി പോകും, അതാണെന്ന് മനസ്സിലായി, ഭൂചലനാണെന്ന് മനസ്സിലായി. ഇന്നത്തെ സൗണ്ട് കേട്ടത് കൊണ്ട് ഇന്നത്തെ സൗണ്ടും കേട്ടപ്പോൾ അതന്നെന്ന് മനസ്സിലായി. ആളുകളുടെ മനസ്സിൽ ഭയങ്കര ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ചലനമൊന്നും അല്ല, പക്ഷെ എങ്കിൽ പോലും വീണ്ടും ചലനം ഉണ്ടാകാം, തീവ്രത കൂടി ഉണ്ടാകാം എന്നുള്ളൊരു ഭയം ആൾക്കാരുടെ മനസ്സിലുണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ആ ഭയമുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ രാവിലത്തെ ചലനമാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്ത്. ഇന്നലെ ഉറക്കത്തിൽ പെട്ടെന്ന് ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് വിചാരിച്ച്. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് ഫോൺ നോക്കിയപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ ഭൂമി കുലുങ്ങിയെന്ന് കണ്ടപ്പോൾ മനസ്സിലായത് ഭൂമി കുലുക്കായിരുന്നു. എല്ലാവർക്കും ഭയങ്കര പേടി കിടന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ ആദ്യത്തെ അനുഭവമാണ്. 2 ഭൂചലനവും അനുഭവിച്ചത്. ഇന്നലെ രാവിലത്തെ ഇതും അനുഭവപ്പെട്ടിട്ടുണ്ട്, ഇന്ന് പുലർച്ചെ ഉണ്ടായതും അനുഭവപ്പെട്ട ഒരാളാണ്. രാവിലെ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് എങ്ങനെ? അത് ഇന്ന് പുലർച്ചെ ഉറക്കത്തിലാണ് എനിക്കാണ് ഫീൽ ചെയ്തത്. ഞാനും മകനും വൈഫും കൂടി ഒരുമിച്ചാണ്. അപ്പോൾ എന്തായാലും സൗണ്ട് ഉണ്ടായിരുന്നു? എന്തായാലും സൗണ്ടും മൊത്തത്തിൽ ഒരു കുലുക്കും കൂടി തോന്നി. അപ്പോൾ വീടിൻ്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ അത് കിടന്ന് കുലുങ്ങുന്ന ഒരു ഇതും, പിന്നെ നമ്മുടെ കിടന്നിരുന്ന കട്ടിലും ആകെ ഒന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു. തോന്നി എന്താ? ഞങ്ങൾ എല്ലാവരും എണീറ്റ് പിന്നെ അത് ആ സെക്കൻഡുകൾക്കായ കാരണം പിന്നീട് നോക്കിയിട്ട് ഇറങ്ങാം പുറത്തേക്ക് എന്നുള്ളതിലായിരുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ചലനങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണവും കണ്ടെത്തേണ്ടതുണ്ട് അല്ലേ? അങ്ങനെ ഒരു കാരണം കണ്ടെത്തിയാൽ മാത്രമേ കുറച്ചും കൂടി ഒരു ജാഗ്രത കാണിക്കാൻ ഭൂമി അനുകൂലങ്ങളുടെ കാരണമെന്ന് കണ്ടെത്തിയിട്ട് ജനങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കി ഭയക്കേണ്ടതില്ല എന്നൊരു ബോധവൽക്കരണത്തിൻ്റെ അത്യാവശ്യമുള്ള സാഹചര്യമാണ് ഇപ്പോൾ. ഇനി ഇത് നമുക്ക് സൂറത്തിലൊക്കെ കേട്ട് പരിചയമുള്ളതാണ്. ഒരുപാട് ഭയമുള്ളതാണ്, ഒരുപാട് ഏരിയകൾ, ബിൽഡിങ്ങുകൾ തകരുകയും ആളുകൾ മരണസംഖ്യ വർദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ഭയം പലരും പിന്നെ ഒരുപാട് പേര് ഫോണിൽ ബന്ധപ്പെട്ടു, എന്താണ് വിഷയം, എന്താ. അപ്പോൾ ഇങ്ങനെ സാഹചര്യമാണ്, ഭൂമി കുലുങ്ങിയതാണ്, ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് നമ്മളവരെ ആശ്വസിപ്പിച്ചെങ്കിലും ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള ഒരു ഇത് കൃത്യമായിട്ട് ഉണ്ടാവണം. ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഈ ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള പരിഭ്രാന്തി പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലർക്കും ഇത് ആദ്യത്തെ അനുഭവമാണ്. മുൻപെങ്കും ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം കൂടി കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. സുജി പട്ടാമ്പിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.